ഹലോ ഫ്രണ്ട്സ്, അഷ്ടമുടിവെൽനസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടമുടിയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലാണുള്ളത്. ഇന്നൊരു ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പാണ്. എന്നും പറയുന്നത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് മേക്കപ്പ് എന്ന് പറയുമെങ്കിലും സിമ്പിൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒത്തിരി ഒരു പുട്ടിയടിച്ചൊരു ഫീലിംഗ് ഒന്നും ഇല്ലാത്ത മേക്കപ്പ് എന്നാണ് സിമ്പിൾ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്നത്തെ ബ്രൈഡിൻ്റെ പേര് ഡോക്ടർ ശില്പ. ശില്പയുടെ ഫസ്റ്റ് നമ്മളൊരു ചെറിയൊരു ബേസ് പോലെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഇട്ടു. ഇപ്പോൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇത് കൂടുതലും ഒരു ട്യൂട്ടോറിയൽ പോലെയാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമുള്ള മേക്കപ്പ് എന്തൂസിയാസ്റ്റ് ഉണ്ടാവും, മേക്കപ്പ് പഠിക്കാനുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഡൗട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലെൻഡിങ് പ്രോപ്പർട്ടി ഒത്തിരി നല്ലതായിരിക്കും. ഹിത ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സാരിയുടെ ഒരു ഷെയ്ഡ് നമ്മൾ ഒരു അണ്ടർ കോട്ട് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ബിക്കോസ് നമ്മൾ ഹിന്ദു ട്രഡീഷണൽ ബ്രൈഡ്സിൽ എപ്പോഴും ഒരു റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനാണ് മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നത്. സോ വി ആർ സേഫ് ഓൾസോ. നമുക്ക് ഒത്തിരി കളർ അടിക്കുക എന്നുള്ളതെന്നല്ല, കാണാൻ ഭംഗിയാവും. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കാണാൻ എപ്പോഴും നല്ലൊരു ഭംഗി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു നാച്ചുറാലിറ്റി കൈവിടാതെ തന്നെ. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഇത്രയും കളറൊക്കെ അടിച്ചത് നാച്ചുറൽ ആണോ എന്ന്. അപ്പോൾ കണ്ണിനൊക്കെ ഭംഗി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ചൊരു ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളുണ്ടായിരുന്ന റെഡ് ഷെയ്ഡ്സിനെ മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ റെഡിൻ്റെ ടിൻ്റ് ഉണ്ട് കുറച്ച്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രഷസിൻ്റെ ആ ബ്രിസിൽസ് നമ്മൾ ഈ പൗഡർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പൗഡർ ടൈപ്പായിട്ടുള്ള ക്രീം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ ബ്രഷസാണ് യൂസ് ചെയ്യുക. അതേസമയം ക്രീമി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും സിന്തറ്റിക് ബ്രഷസാണ് യൂസ് ചെയ്യുക. ബ്രിസിൽസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ. മേക്കപ്പിൻ്റെ ആ ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പാച്ചായിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു പാച്ചസ് ഫീലിംഗ് ഇല്ല. അബ്സല്യൂട്ട്ലി ഒരു ഫ്ലോലെസ് മേക്കപ്പാണ് ഫൗണ്ടേഷൻ ആപ്ലിക്കേഷനിലും ചെയ്യുന്നത്. ഡോക്ടർ ശില്പ ഇപ്പം നമ്മൾ ഐബ്രോസൊക്കെ ഒത്തിരി നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. അതിനകത്തൊന്നും നമ്മൾ കുറേ ആൾട്രേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഐബ്രോസിന് അതേപോലെ തന്നെ ചെറിയ ഫില്ലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ കാജൽ നമ്മൾ മേബിലിൻ്റെ കാജലാണ്, ജെറ്റ് ബ്ലാക്ക് കളറാണ്, 0.01 ഷെയ്ഡാണ് നമ്മൾ കാജൽ യൂസ് ചെയ്യുന്നത്. ഇത് പലതരത്തിൽ നമ്മൾ പല ബ്രഷസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാജലിൻ്റെ കൂടെ തന്നെ ബ്രഷ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ വിങ് ലൈനേഴ്സ് നമ്മൾ പ്രോപ്പർ വിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ലിക്വിഡായിട്ടുള്ള കാജൽ ഉപയോഗിക്കാൻ പറ്റും. ജെൽ ലൈനർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഈവൻ പെൻസിൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പല തരത്തിൽ ആ ഒരു വിങ് നമ്മൾ കുറച്ച് ഷാർപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള നാരോ ബ്രിസിൽസ് ഉള്ള ഇത് ബ്രഷ് വെച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ എക്സ്പീരിയൻസ് ഒരു വലിയ ഫാക്ടറാണ് നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. അത് എക്സ്പീരിയൻസിൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചെയ്ത കാജൽ അപ്ലൈ ചെയ്ത് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്യുകയാണ് പെൻസിൽസ് ഉപയോഗിച്ചിട്ട്. കളർ ബാറിൻ്റെ ഒരു പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണിത്. കുറച്ചുകൂടി ഡെപ്ത്ത് തോന്നാനായിട്ട് നമ്മൾ ഡോക്ടർക്ക് അതേപോലെ തന്നെ ഒരു ഹണി കളർ ലെൻസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത്ത് കൊടുക്കാനായിട്ട്. ഫോട്ടോയിലൊക്കെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. എന്നാൽ ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല ഇതിന്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, പല ഷെയ്ഡ്സ് നമ്മളൊരു 3D ഐ മേക്കപ്പ് എന്നൊക്കെ പലതരത്തിൽ നമുക്ക് പേരിടാം. പക്ഷേ ഐ മേക്കപ്പ് നമ്മൾ കാണാനൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരുപാട് കളറായിട്ടൊന്നുമില്ല, എന്നാൽ അതിനൊരു നല്ല ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് നമ്മളൊരു ചെറിയ ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഒത്തിരി കളർ കൊടുക്കുന്നില്ല. റെഡ് കളർ, ഇപ്പം സാരിയുടെ കളർ നോക്കിയാൽ കുറച്ചൊരു വൈബ്രൻറ്റ് കളറാണ്. ഓൾമോസ്റ്റ് ഒരു സിമിലർ മാച്ചിലുള്ള ഒരു കളറാണ് നമ്മൾ ലിപ്സിൻ്റെ ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മസ്കാര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് കണ്ണിനൊരു ഭംഗി ഉണ്ടാക്കാനായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ലാഷിനാണെങ്കിൽ പോലും നമ്മൾ ആ മസ്കാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഓപ്പണപ്പ് ആവും.
നമ്മൾ നോർമൽ മേക്കപ്പിനാണെങ്കിൽ പോലും നമുക്ക് മസ്കാര വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കിറ്റിൽ എപ്പോഴും മേക്കപ്പ് കിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസ്കാര ഉണ്ടാവണം. അതും ക്വാളിറ്റി മസ്കാരാസ് ഉപയോഗിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സ്റ്റൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു മസ്കാരയാണ്. 10,000 രൂപ വിലയുണ്ട്, 1,800 രൂപയോ കറക്റ്റാக ഓർക്കണില്ല. ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും ഇത് റെഗുലർ മേക്കപ്പിനാണെങ്കിൽ. അതിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. വളരെ ഫൈൻ ബ്രഷസുമാണ്. അതിൻ്റെ ബ്രഷസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, വളരെ ഫൈനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ലാഷായിട്ട് നമുക്ക് അതിനെ you need to play with the lash actually. ഇപ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് കുറച്ചും കൂടെ തിക്നെസ് കൂടിയ ബ്രഷസ് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ലാഷസിനൊക്കെ, ലോവർ ലാഷസിനെ. ഇപ്പോൾ ലാസ്റ്റിൽ എല്ലാം മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫേസ് മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോ ഫിക്സ് നമ്മൾ ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കിറ്റിൽ വേണ്ട, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണ ഒരു പ്രോഡക്റ്റാണ് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് എന്നൊരു പ്രോഡക്റ്റ്. ഒരു പ്രസ് പൗഡർ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ റെഗുലർ മേക്കപ്പിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെ ഫിക്സ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുകയാണ്. നമ്മൾ ബ്ലഷർ ആ ഒരു എന്താ പറയുക, ആ സാരിയുടെ കളറും ബ്രഷിൻ്റെ കളർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓൾമോസ്റ്റ് സിമിലർ മാച്ചിലുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് ഒത്തിരി എന്താ പറയുന്നത്, ഒരുപാടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ടാണ്. അതിൻ്റെ ആ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ഷെയ്ഡിങ് അത്രയുണ്ട്. നമ്മൾ പണ്ടത്തെ ഡാൻസിനൊക്കെ ചെയ്യുന്ന റോസ് പൗഡറൊക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനല്ല, വളരെ ലൈറ്റായിട്ട്. ഇപ്പോൾ ഹൈലൈറ്റർ ഇപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരാനായിട്ട് ഹൈലൈറ്റർ എഗെയിൻ ഞങ്ങൾ ആക്ച്വലി നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കും എന്താ നിങ്ങൾ ഈ മാക്കിൻ്റെ പ്രോഡക്റ്റ്. ഇപ്പോൾ മാക്ക് നമ്മൾ ഒത്തിരി കംഫർട്ടബിളാണ്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ കിറ്റിൽ. ഓരോ സ്കിൻ ടൈപ്പിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ്സിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ ഷാഡോസ് തന്നെ നമ്മുടെ ഒരു 10-12 കമ്പനിയുടെ ഐ ഷാഡോസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ ഇതിൽ. മേക്കപ്പൊക്കെ ഫിനിഷ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു എന്താ പറയണേ, ഒരു കുറച്ചുകൂടെ ഭംഗി കൊടുക്കാനാണ് നമ്മളൊരു ഐ ഷാഡോ ഒക്കെ ചെറിയൊരു വേറെ കളർ ടിൻറ്റ്, ഒരു ചെറിയ ബ്ലൂയിഷ് ടിൻറ്റ് ഒന്ന് കൊടുക്കുകയാണ് കണ്ണിന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകാൻ. ആ ജെറ്റ് ബ്ലാക്കിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ടിൻറ്റ്, അത് മാക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് എന്താ പറയുന്നത്, ആ മേക്കപ്പ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഒന്ന് ഭംഗി ഉണ്ടാക്കാനായിട്ട് ഫൈൻ ട്യൂണിങ് എന്ന് പറയും. ഇപ്പോൾ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ നെറ്റിച്ചുട്ടി കുറച്ച് വലിയ നെറ്റിയാണ് ഡോക്ടറുടെ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ച് വലിയൊരു നെറ്റിച്ചുട്ടിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ കണ്ട് പേടിക്കേണ്ട. അത് നമ്മൾ ബാക്ക് കോമ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഹെയറിനെ കുറച്ചൊരു എന്താ പറയണേ താന്നു പോകാണ്ടിരിക്കാനായിട്ട് അത്യാവശ്യം ബാക്ക് കോമ്പിംഗ് ചെയ്ത് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, ആ ബാക്ക് കോമ്പിംഗ് ചെയ്തൊക്കെ അതിനെ കറക്റ്റ് കോംബ് ചെയ്ത് നല്ല ഫിനിഷിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഹെയർ സ്പ്രേ ഉപയോഗിക്കുന്ന ഷാസ്കോഫിൻ്റെ ഒരു സ്പ്രേ ആണ്, ഒലിസിൻ്റെ നമ്പർ 5 ലെവൽ ഫിക്സിങ് ഹോൾ ലെവലുള്ള ഒരു സ്പ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മേക്കപ്പും ഹെയറൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി, മേക്കപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മേക്കപ്പൊക്കെ? ഒത്തിരി ആ നാച്ചുറൽ ലുക്കെന്ന് ഞാൻ പറയുന്നത്, അതിന് മേക്കപ്പ് ഒത്തിരി പുട്ടിയിടിച്ചൊരു ഫീലിംഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഇപ്പം പൂവൊക്കെ വെച്ചിട്ടുണ്ട്, 2 കളറുള്ള റോസ് പെറ്റൽസ് വെച്ചിട്ടുണ്ട്, മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഷ്ടമുടി വെൽനസ് ആണ് ചാനൽ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം. ഓക്കെ, താങ്ക് യു.